മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാത്തവര് ആരും ഉണ്ടാവൂല. ഓരോ ആളുകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളംന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. മാനസിക സമ്മർദ്ദം നന്നായി അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് എങ്ങനെ സ്വയം തിരിച്ചറിയാൻ പറ്റും? ടെൻഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രോസസ്സാണ്. അതൊരു 1 2 ദിവസം കഴിയുമ്പം അതങ്ങോട്ട് റെഡിയാവും. പക്ഷേ നമ്മളൊരു മെൻ്റലി നമുക്ക് കുറച്ച് പ്രശ്നമാണ് അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ സഹായം തേടണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നമ്മൾ എന്നും ചെയ്യുന്ന വർക്ക് നമുക്ക് ആ ഒരു മൈൻഡ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്നും ചെയ്യുന്നതാ പക്ഷെ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും അതൊരു കറക്റ്റായി വരുന്നില്ല. അങ്ങനെ നമ്മൾ എവിടെ ഒന്ന് സ്റ്റക്കായി പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെന്തൊക്കെയോ അലട്ടുന്നുണ്ട്. നമ്മളെ മൈൻഡ് നമ്മളെ കൂടെ അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ മെന്റലി നമുക്ക് അതല്ലാണ്ട് ഫിസിക്കലിയും നമുക്ക് ഫീൽ ചെയ്യാം. അതായത് നമുക്ക് തലവേദന, തലകറക്കം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഉണ്ടാവും. തലവേദനയ്ക്ക് ദിവസങ്ങളായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ ചെസ്റ്റ് പെയിൻ, ചിലർക്ക് നല്ല ചെസ്റ്റ് പെയിൻ, പിന്നെ മസിൽ പെയിൻസ് ഉണ്ടാവും. മെയിനായിട്ട് കഴുത്ത്, ഷോൾഡർ ആ ഭാഗത്തൊക്കെ. നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചാൽ എവിടെയും ഒരു പ്രശ്നമില്ലല്ലോ, അവർ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പക്ഷേ ഒരു പ്രശ്നമില്ല എന്ന് പറയും. ഇതൊക്കെ നമ്മളെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമ്മളെ മൈൻഡ് നമ്മളെ അറിയിക്കുന്നത് ഒരു മെന്റൽ സ്ട്രെസ്സ് മാത്രമായിരിക്കില്ല. ഇതുപോലെ ഫിസിക്കൽ സാധനങ്ങളും പുറത്തേക്ക് ഇട്ടിട്ട് മൈൻഡ് കാണിച്ചു തരും.